അജയ്യരായി BSS ഗുരുകുലം. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂൾ എന്ന ഖ്യാതി നിലനിർത്തിയ പാലക്കാട് BSS ഗുരുകുലം സ്കൂൾ ഇരട്ടി സന്തോഷത്തിലാണ്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ സ്കൂളിലെ പേരെടുത്ത് അഭിനന്ദിച്ചത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അഭിമാനമായി. മികച്ച സ്കൂൾ BSS ഗുരുകുലം HSS ആലത്തൂർ പാലക്കാട് ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പാലക്കാട് BSS ഗുരുകുലം അതെ ഏറ്റവും നല്ല സ്കൂളായിട്ട് അതെ ഏറ്റവും മികച്ച HS ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഞങ്ങൾ ഓവറോൾ ചാമ്പ്യൻസും ആണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞങ്ങൾ അടുത്ത 13ാമത്തെ വർഷവും ഞങ്ങൾ ട്രോഫി മേടിച്ചിട്ട് ഞാൻ എല്ലാ വർഷവും നിങ്ങൾ ഇങ്ങനെ ഇത് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു വാശിയാണ്. അതെ, ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ പിടിച്ചതാ, വിട്ടുകൊടുക്കില്ല അല്ലേ. എന്താണ് നിങ്ങളുടെ ഈ സ്കൂളിന്റെ ഈ കരുത്തിന് പിന്നിലുള്ള ഒരു രഹസ്യം? സ്കൂളിൻ്റെ ഈ കരുത്തിൻ്റെ പിന്നിലത് ആ കുട്ടികളുടെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, പാരൻസിൻ്റെ സപ്പോർട്ട്, പിന്നെ കലയോടുള്ള സ്നേഹം. ഞങ്ങൾ ഇത്തവണത്തെ മോട്ടോ തന്നെ ആനന്ദമാണ് കല, ആനന്ദമാണ് ജീവിതം, ആനന്ദമാണ് മതം എന്നാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ടാണ് തുടർച്ചയായ 13ാം വർഷവും ഇനി അങ്ങോട്ട് അടിക്കും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സ്കൂളിന്റെ പേര് നമ്മുടെ മോഹൻലാൽ എടുത്തു പറഞ്ഞു വേദിയിൽ. അതെ, ആ ഒരു നിമിഷം എങ്ങനെയാ, എന്താ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് ആയിരുന്നു. കാരണം മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ ആലത്തൂരിൽ ഉള്ളൊരു സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ അപ്പോൾ അത്രത്തോളം ഡിസേർവിംഗ് ആണ്, അത്രത്തോളം റെക്കഗ്നിഷൻ കിട്ടി എന്നുള്ള സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. പറയൂ, നിങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ വിട്ടുകൊടുക്കാത്ത പോരാട്ടം തന്നെയാണ്. അതെ, എല്ലാ വർഷവും ഇതേപോലെ തന്നെ വരും. നമുക്ക് തന്നെയാണ് ഓവറോൾ 13 വർഷമായിട്ട് നമുക്ക് തന്നെയാണ് ഓവറോൾ കിട്ടിയിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഈ ടീച്ചർമാരും എല്ലാവരും രക്ഷിതാക്കളെല്ലാം ഈ സ്കൂളിന് ഈ കലാരംഗത്ത് നൽകുന്ന ഒരു സപ്പോർട്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മൾ ജൂൺ മുതൽ പ്രാക്ടീസ് ഉണ്ട്. ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും ഒരേപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. എന്താണ് അധ്യാപകനാണോ? അല്ല, അവിടുത്തെ PTA എക്സിക്യൂട്ടീവാണ്. ചിട്ടയായ പരിശീലനവും അതുപോലെ തന്നെ ഞങ്ങളെല്ലാമായിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൾ കുട്ടികളെ അത്രത്തോളം കലയോട് ചേർത്ത് നിൽക്കുന്ന ഒരു പറ്റും അധ്യാപകരാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയം. കൃത്യമായി 13ാമത്തെ തവണയാണ് ഗുരുകുലം ചാമ്പ്യന്മാരായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ മോഹൻലാൽ സ്കൂളിൻ്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നു. അത്രത്തോളം ആ സ്കൂളിൻ്റെ പെരുമ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണ് ആ കാര്യത്തിൽ പറയുന്നത്? തീർച്ചയായും സാർ, ഞങ്ങളുടെ സ്കൂള് നമ്മുടെ കുട്ടികൾ മാത്രമായിട്ട് 50 ദിവസം കൊണ്ട് 50 ലക്ഷം രൂപ വയനാടിലെ ആ ഉരുൾപൊട്ടലെല്ലാം നഷ്ടപ്പെട്ടു പോയ ആ പാവം ജനതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾ സ്വരുക്കൂട്ടിയിട്ടുള്ള ആ കാശ് തന്നെയാണ്. മോഹൻലാലിനെ പോലെ അങ്ങനെ ഒരു മഹത് വ്യക്തിത്വം ഞങ്ങൾ സ്കൂളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സ്കൂളിലെ കുട്ടികളുടെ ഹോപ്പ് എന്ന കാരുണ്യ സംഘടനയുടെ പ്രവർത്തനത്തിന് മെച്ചം തന്നെയാണ് സാർ. ഒരിക്കലും എല്ലാ കാലത്തും കുട്ടികളിൽ അത് ഞങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രോത്സാഹനം തന്നെയാണ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് ഇന്ന് തന്നെ തുടങ്ങുകയാണ്. പിന്നെ എന്തായാലും ജൂൺ മുതൽ തന്നെ തുടങ്ങും. ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഇല്ല, ഉറപ്പായിട്ട് വിട്ടുകൊടുക്കില്ല. 13 വർഷമായിട്ട് നമ്മളാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനി ഈ ഒരു എക്സ്പീരിയൻസ് ഇനി വരുന്ന എല്ലാ വർഷവും നമ്മൾ തന്നെ ആയിരിക്കും, വേറെ ആർക്കും ഇത് ഒരിക്കലും വിട്ടുകൊടുക്കില്ല. BSS ഗുരുകുലത്തിലെ കുട്ടികളാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അവൾ വളരെയധികം ആവേശത്തിലാണ്, വളരെയധികം സന്തോഷത്തിലാണ്. നമുക്ക് ഏറ്റവും മികച്ച സ്കൂളായിട്ട്, ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ നടൻ മോഹൻലാൽ ആ സ്കൂളിൻ്റെ പേരെടുത്ത് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതെല്ലാം വളരെ വലിയ ആവേശമായി കാണുന്നു. നിങ്ങളൊരു ആഘോഷം, ആ ഒരു വലിയ ആവേശം ഒന്ന് കാണട്ടെ ഒന്ന്. ഇതാണ് കലോത്സവത്തിൻ്റെ ഒരു ലഹരി എന്ന് പറയുന്നത്. അതാണ് ഓരോ സമയവും. ഇപ്പോൾ അവർ പറഞ്ഞത് കേട്ടില്ല, ഇനി അടുത്ത ദിവസം മുതൽ തങ്ങൾ ഇത്തരത്തിൽ അടുത്ത കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുകയായി. അത്രത്തോളം കലയെ സ്നേഹിക്കുന്നവരാണ് BSS ഗുരുകുലത്തിലെ വിദ്യാർത്ഥികൾ.